പ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആഴ്ച വാരഫലമാണ്. 2025 സെപ്റ്റംബർ 21 മുതൽ 27 വരെയുള്ള ആഴ്ച കൂറുഫലം. അതാണ് ഞാനിന്നിവിടെ പറയുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ വാരഫലമാണ് ഞാൻ പറയുന്നത്. മേടക്കൂറിൻ്റെ ഫലം ആദ്യം പറയാം. ഈ ആഴ്ച നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ് മേടക്കൂറുകാർക്ക്. ഇവരെ സംബന്ധിച്ച് ഇവർ കൂടുതൽ യാത്രകൾ ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങൾ വന്നു ചേരാവുന്നതാണ്. ഇവർക്ക് യാത്രകൾ പലതും ഇവർക്ക് ഈ ആഴ്ച ഒഴിച്ചുകൂടാനാവാത്ത വിധത്തിൽ ചിലപ്പോൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ട സമയവും കൂടിയാണ്. സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. നല്ല ഫലങ്ങൾ, സാമ്പത്തികമായി പണമിടപാടുകൾ എല്ലാം നല്ല വിധത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു ആഴ്ചയായിരിക്കും ഈ മേടക്കൂറുകാർക്ക് ഈ ആഴ്ച. മക്കളുടെ ഭാഗത്തു നിന്ന് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാനും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകാനും സാധിക്കാവുന്ന ഒരു ആഴ്ചയാണ് മേടക്കൂറുകാർക്ക് ഈ ആഴ്ച. ഇടവക്കൂറ്. ഈ ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്ത കേൾക്കാൻ ഇടവരുന്ന ആഴ്ചയാണ്. പൊതുവെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരാഴ്ചയായിരിക്കും. കുടുംബകാര്യങ്ങളിൽ ദൈവാനുഗ്രഹത്താൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ച കൂടിയാണ്. ജോലിസ്ഥലത്തും അതേപോലെ തന്നെ മറ്റ് പ്രവൃത്തി മേഖലകളിലും ജാഗ്രത പുലർത്തേണ്ട ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായി കാണുന്നതാണ്. എല്ലാം കൊണ്ടും ഈ ആഴ്ച ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല ആഴ്ചയായിരിക്കും. ഇപ്പൊ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, മര. ഈ നക്ഷത്രക്കാരുടെ ആഴ്ചഫലമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ വാരഫലം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. എത്ര നല്ല കാര്യങ്ങൾ തെരഞ്ഞെടുത്താലും അതിനെല്ലാം ചില സമയങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെയും അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഇവരെ സംബന്ധിച്ച് സാധിക്കാവുന്ന ഒരാഴ്ചയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച. ഈ ആഴ്ച നിങ്ങൾക്ക് ധാർമ്മികമായ പിന്തുണ ലഭിക്കുന്ന ഒരാഴ്ച കൂടിയാണ്.
പല കാര്യങ്ങളിലും വ്യക്തത കൈവരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഉണർവും ഉത്സാഹവും അതേപോലെ തന്നെ മനസ്സിന് സന്തോഷവും തരുന്ന ഒരാഴ്ച കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ആഴ്ച. അടുത്തതായി കർക്കിടകക്കൂറിന്റെ വാരഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഈ ആഴ്ച ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് കഴിയുന്നതും ഇവർ ഒഴിവാക്കി മുന്നോട്ടു പോകണം. സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സമയോചിതമായ പ്രവൃത്തി മൂലം ഇവർക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഇവർ ഉപദേശം തേടുന്നത് നല്ലതാണ്. എന്ത് കാര്യം ഈ ആഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആ കാര്യത്തെപ്പറ്റി ഒരു വിദഗ്ധ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ജോലി സംബന്ധമായി ചില തടസ്സങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഉണ്ടാവുന്നതാണ്. എന്നാൽ ആ ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഇവർക്ക് മാറ്റിയെടുക്കാനും ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവർക്ക് അതിന് സാധിക്കുകയും ചെയ്യും. കുടുംബപരമായും സന്തോഷം നൽകുന്ന ഒരു ആഴ്ചയായിരിക്കും ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തെയും കഴിവുകളെയും ഒക്കെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക്. വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ചെലവുകൾ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ വരുമാനം വർദ്ധിക്കും, അതോടൊപ്പം ചെലവുകളും ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പ്രേമിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രേമിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ്. പ്രണയബന്ധങ്ങൾക്ക് ഈ ആഴ്ച നല്ലതാണ്. പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിലനിർത്താനും ഈ കമിതാക്കൾക്ക് സാധിക്കും. കുടുംബപരമായി നോക്കിയാൽ വളരെയധികം നല്ലൊരു ആഴ്ചയാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതും കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുവാനും ഈ ആഴ്ച ഇവർ അതിന് സമയം കണ്ടെത്തും. അപ്പോൾ ഈ ആഴ്ച ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ആഴ്ചയായിരിക്കും. കന്നിക്കൂറ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഈ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ ആഴ്ച നിങ്ങൾക്ക് പുരോഗതിയുടെ ആഴ്ചയായിരിക്കും. പല കാര്യങ്ങളും ഈ ആഴ്ച നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. അംഗീകാരവും പ്രശംസയും നിങ്ങളെ തേടി വരുന്ന ഒരു ആഴ്ചയാണ്. ആത്മപരിശോധന, എപ്പോഴും ഒരു ആത്മപരിശോധന നടത്തുന്നത് വളരെ ഉചിതമാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ആശങ്കകൾ പലതും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുമെങ്കിലും പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ആ ആശങ്കകൾ മാറി വരുന്നതാണ്. ജോലി സംബന്ധമായി പുരോഗതിയും ഉന്നതിയും
അതേപോലെ തന്നെ കാര്യങ്ങളിൽ നേട്ടങ്ങളും ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ്. കർമ്മസംബന്ധമായ പുരോഗതി ഈ ആഴ്ച ഇവർക്കുണ്ടാവും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി ഈ വാരം അവസാനിക്കുമ്പോൾ ഇവർ വളരെയധികം അടുത്ത് ഇടപഴകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. അതായത് മാതാപിതാക്കൾ അകന്നു നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരായിട്ടൊക്കെ അടുത്ത് പെരുമാറിപ്പോകാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. അനാവശ്യമായ ചെലവുകൾ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചെലവുകൾ ക്രമീകരിച്ച് മുന്നോട്ടു പോകാൻ നിങ്ങളെ സംബന്ധിച്ച് കഴിയുന്ന ഒരു ആഴ്ചയായിരിക്കും. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. ഈ നക്ഷത്രങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. വരുമാനം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ഭാഗ്യ നേട്ടങ്ങൾക്കും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഭാഗ്യമുണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. പലതും നേടാൻ പറ്റാവുന്ന ഒരു ആഴ്ചയാണ്. കുടുംബ സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ്. ബന്ധങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച. ഔദ്യോഗിക രംഗത്ത് നിങ്ങളുടെ നില ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു ആഴ്ചയായിരിക്കും. കർമ്മ പുരോഗതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. കുടുംബാംഗങ്ങളുമായി ഉല്ലാസയാത്ര പോകുവാനും അതേപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും കഴിയുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ ആഴ്ച നിങ്ങളുടെ ധൈര്യവും സാഹസികതയും വർദ്ധിക്കുന്ന ഒരു ആഴ്ചയായിരിക്കും. ഉണർവും ഉന്മേഷവും കിട്ടുന്ന ഒരാഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച്. പേരും പ്രശസ്തിയും കിട്ടാൻ ഉതകുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവർക്ക്. പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുവാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. ആഴ്ചയുടെ മധ്യത്തിൽ അല്പം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഈ ആഴ്ച ഇവർക്ക് സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്താൻ ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് നേടാവുന്ന ഒരു സമയമാണ് ഈ ആഴ്ച. ജോലി സംബന്ധമായി ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്യാൻ ഇവർക്ക് കഴിയും. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാഴ്ച കൂടിയാണ്. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ്. കുടുംബത്തിൽ സമാധാനവും
സന്തോഷവും അതോടൊപ്പം കുടുംബാംഗങ്ങളുമായി ഉല്ലാസയാത്ര നടത്തുന്നതിനും ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് അവസരം വന്നു ചേരുന്നതാണ്. കർമ്മ പുരോഗതിയും കാര്യവിജയങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. ബന്ധുക്കളുമായി സമാഗമത്തിനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്ന ആഴ്ചയാണ്. ജോലി സംബന്ധമായി ചില തടസ്സങ്ങൾ ഇവരെ അലട്ടിയെന്ന് വരാം. ഇതിൽ ഇവർ ഈ ജോലി തടസ്സങ്ങൾ മാറ്റുന്നതിന് ഇവർ അശ്രാന്ത പരിശ്രമം ചെയ്ത് അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. സഹോദര ഗുണം കിട്ടുന്ന ഒരു ആഴ്ചയാണ്. ബന്ധുക്കളുമായി മാതൃജനങ്ങളുമായി സഹകരണം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച. തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുരോഗതിയും വിജയവും ഇവർക്കുണ്ടാവും. കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഈ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച നേട്ടങ്ങളുടെ ആഴ്ചയാണ്. ജോലി സംബന്ധമായ ഉയർച്ചയും പ്രമോഷനും കിട്ടാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണ്. കർമ്മ പുരോഗതിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തികമായി നേട്ടങ്ങളും ഈ ആഴ്ച ഇവർക്കുണ്ടാകാം. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും സുഹൃത്തുക്കളുമായി സൗഹൃദം പങ്കുവെക്കാനും പറ്റുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച. മീനക്കൂർ. പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഈ ആഴ്ച ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ ഇവരുടെ കഠിന പ്രയത്നത്താൽ ഇവർ അത് തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഈ ആഴ്ച ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും. ജോലിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാഴ്ചയായിരിക്കും. എന്നാൽ ഇതെല്ലാം ഇവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാവുന്ന ഒരാഴ്ച കൂടിയാണ്. ഇവർ അശ്രാന്ത പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും ജോലിയിൽ ഇവർക്ക് തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളും കുടുംബ സംബന്ധമായ പുരോഗതിയും ബന്ധുജന സമാഗമങ്ങളും സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങളും ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഈ വാരഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും
ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.